ഭാരങ്ങൾ തീർത്തന്നെ ചേർത്തിടുവാൻ കർത്താവേ വേഗം വന്നിടണേ. ഭാരങ്ങളകന്നു ഞാൻ വിശ്രമിപ്പാൻ പിന്മഴയെ വേഗം അയക്കണമേ. ഭാരങ്ങൾ അകന്നു ഞാൻ വിശ്രമിപ്പാൻ പിന്മഴയെ വേഗം അയക്കണമേ. എന്നു നിൻ തിരുമുഖം കാണും ഞാൻ, എത്ര നാളികത്തിൽ ഞാൻ പാർത്തിടണം. സ്വർഗത്തിലാണെൻ്റെ പാർപ്പിടം, സ്വർഗത്തിലെന്നും പാടിയിടും. സ്വർഗത്തിലാണെൻ്റെ പാർപ്പിടം, സ്വർഗത്തിലെന്നും പാടിയിടും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നന്ദി കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവേ. നന്ദി നന്ദി അപ്പാ. നന്ദി. കാൽവരി ക്രൂശിലേറ്റത്താൽ ജയം. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ജയം. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ. ഹല്ലേലൂയ. കരുണയുള്ള നാഥ സ്വർഗീയ പിതാവേ, അതിമനോഹരമായ വിശുദ്ധ ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങിയുണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിനം കൂടെ തന്നല്ലോ. നന്ദിയപ്പാ നന്ദി. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പകല ദാനമായി തന്ന് ഞങ്ങളെ പോഷിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരാത്മദേഹികളൊക്കെ ബലപ്പെടട്ടെ. ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും ഒക്കെ മാറട്ടെ. സൗഖ്യവും സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പോക്കിലെ വരവിലെ വാഹനയാത്ര, വഴിയാത്ര, ജോലികാര്യങ്ങൾ, വിശ്രമവേളകളിലൊക്കെയും സ്വർഗീയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നടപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാൻ്റെ കരുണയും കൃപയും ഒന്ന് മാത്രമാണ് ഞങ്ങളെ ഇന്ന് വരെ നടത്തിയത്. അവിടുന്ന് ഞങ്ങളെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന ദൈവമാ. പൊന്നുകരം ചാർത്ത് പിടിച്ച് ഞങ്ങളെ നടത്തിയ ദൈവമാ. അലയുവാനും വലയുവാനും സമ്മതിക്കാതെ കർത്താവ് ഞങ്ങളെ കരം പിടിച്ച് നടത്തിയത് ഓർക്കുമ്പോൾ നന്ദി പറയാതിരിക്കുവാൻ കഴിയുകയില്ല കർത്താവേ. സർവ്വമഹത്വം അങ്ങയ്ക്ക് തരിക, എല്ലാ പുകഴ്ചയും അങ്ങയ്ക്ക് ഇരിക്കട്ടെ കർത്താവേ. അങ്ങയുടെ പാദപിടുത്തിൽ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെ സമർപ്പിക്കുക. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്നവരെ മക്കളെ ഏൽപ്പിക്കുക. ഞങ്ങളുടെ കുടുംബത്തെ തിരുമുൻപാകെ സമർപ്പിക്കുക കർത്താവേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ദാനമായി തന്നെ ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കട്ടെ. അവരുടെ ഭാവിയും അവരുടെ വിദ്യാഭ്യാസവും അങ്ങയുടെ മക്കളെ ഏൽപ്പിക്കട്ടെ. ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിക്കട്ടെ കർത്താവേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കട്ടെ കർത്താവേ. തന്നിരിക്കുന്ന കൊച്ചു തലമുറകളെ സ്തോത്രത്തോടെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെ അനുഗ്രഹിക്കണമേ. എല്ലായ്പ്പോഴും സ്വർഗീയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നടപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും സമ്പൂർണ്ണമായി ഞങ്ങളുടെ പാദപിടത്തിൽ ഏൽപ്പിച്ചു തരിക. അപ്പൻ്റെ പാദപിട വരുന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ല കർത്താവേ. അടിയങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ നീ സമ്മതിക്കുന്ന ദൈവമല്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി ഇവരുടെ മുഖം ഒരു നാളിൽ ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു സകല കഷ്ടത്തിൽ നിന്നും വീണ്ടെടുത്തെന്ന് പറയുവാൻ തക്കണം. കൃപ തന്ന ദൈവത്തിന് സ്തോത്രം 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 കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭാവി അനുഗ്രഹിക്കപ്പെട്ട, വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെട്ടെ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല അഡ്മിഷനൊക്കെ ലഭിക്കണം. തുടർ വിദ്യാഭ്യാസം മാനിക്കപ്പെടണം. പരീക്ഷ കർത്താവ് എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കളുണ്ട്. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. പ്രത്യേകിച്ച് ഡിഗ്രിക്ക് പഠിക്കുന്നവർ, ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, BSc നഴ്സിങ്ങിനും എൻജിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, OET IELTS ജർമ്മൻ പഠിക്കുന്ന മക്കൾ, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, പമറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കളൊക്കെ ഉണ്ടപ്പാ. അപ്പാ അവിടുന്ന് അനുഗ്രഹിക്കണേ. ബുദ്ധിജ്ഞാനവും കൊടുക്കണമേ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകണം. ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം. സ്വർഗ്ഗവരെ സഹായിക്കണം. എൻ്റെ അപ്പാ ഇവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ ജോലി ചെയ്യുന്ന മക്കളെയൊക്കെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. ആരോഗ്യപരം കൊടുത്ത് സൂക്ഷിക്കണമേ കർത്താവേ. അപ്പാ കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിപ്പാൻ സഹായിക്കണമേ. കൊച്ചു തലമുറകളെല്ലാം ദൈവകൃപയെ വളർത്തിത്തന്നെ ബാലപീഡനം വിടുവിച്ചു കൊള്ളുമാറാകണം. ജോലി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഉപജീവനമാർഗത്തിൻ്റെ വഴി തുറന്നു കൊടുക്കണം.
ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം നൽകണം. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ സഹായിക്കുമാറാകണം. കടഭാരമുള്ള മക്കളെ പൂർണ്ണമായി വിടുവിക്കുമാറാകണം. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ മാനസാന്തത്തിൻ്റെ അനുഭവത്തിലാക്കി തീർക്കുമാറാകണം. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് തലമുറ നൽകി അനുഗ്രഹിക്കുമാറാകണം. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളുമാറാകണം. മാസം തീയോളം കൂടിയിരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കുമാറാകണം. അപ്പൻ്റെ കരങ്ങളിൽ എല്ലാ വിഷയവും പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗത്തിനുമേൽ കർത്താപ്പച്ചൻ്റെ കരം വയ്ക്കുമാറാകണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. വേണ്ടുന്നെല്ലാം ദിനംതോറും കൊടുത്ത് പോഷിപ്പിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗമെല്ലാ യാത്രകളിലും കൂടെയിരിക്കണം. വാഹനത്തിലും വഴിയിലും കൂടെയിരിക്കണേപ്പാ. കരയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, ആകാശം കയറി യാത്ര ചെയ്യുമ്പോൾ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ തമ്പുരാൻ്റെ പൊന്നുകരത്തിലുള്ള ഓരോ മക്കളെയും പരിപാലിക്കുമാറാകണം. ദൈവമായ കർത്താവേ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ സന്തോഷത്തോടെ വസിക്കുവാൻ തക്കണം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിവാഹപ്രായം കഴിഞ്ഞ് ഞങ്ങളുടെ മക്കളെ ഏൽപ്പിക്കുന്നു. തക്ക തുണിയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കുമാറാകണം. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ നടക്കുന്നു കർത്താവേ. ഒന്നിനെയും കുറവ് കൂടാതെ കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി ശ്രേഷ്ഠകരവും ഗുണകരമായതൊക്കെ നൽകി എൻ്റെ കർത്താവേ, വിശേഷാൽ ഹല്ലേലൂയ. കർത്താവിൻ്റെ അഭിഷിക്തന്മാരെ ശുശ്രൂഷയ്ക്കായിട്ടൊരുക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെ ആശീർവദിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാണ്. എല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി സാക്ഷ്യത്തിനായി തീരുവാൻ ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം മാനിക്കണമേ സഹായിക്കണമേ കർത്താവേ. ദൈവമായ കർത്താവേ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണമേ. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് അവരുടെ സന്തോഷം പൂർണ്ണമാകാൻ സ്വർഗം സകലതും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കളുണ്ട്, പ്രയത്നിക്കുന്ന മക്കളുണ്ട്. സ്വർഗം അവരോട് കരുണ കാണിക്കണം. അവരാഗ്രഹിച്ച സ്ഥാനത്ത് അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ എത്തിച്ചേരാൻ സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ രോഗികളെ എല്ലാ ആന്തരികരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സൗഖ്യവും സമാധാനം എടുത്ത പകല ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് ലിവറിനും കുഴപ്പമുള്ളവർ, മഞ്ഞപ്പിത്തത്തിൻ്റെ അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്നവർ, ശരീരമാസകലം നീർക്കെട്ടും വേദനയുമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, കർത്താവേ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, ദൈവമായ കർത്താവേ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ദൈവമായ കർത്താവേ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ള ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. കാഴ്ചയും കേൾവിയുമില്ലാത്തവർ, ഓർമ്മയും ബുദ്ധിയുമില്ലാത്തവർ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. നാഥാ സഹായിക്കണം, സൗഖ്യപ്പെടുത്തണം. അപ്പോൾ മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. പല്ലിൻ്റെ വേദനയാൽ, ചെവിയുടെ വേദനയാൽ ഭാരമുള്ളവരുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ തയ്യാറെടുക്കുന്ന മക്കളുണ്ട്. അപ്പോൾ എൻ്റെ കരമൊന്ന് വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആസ്മാ രോഗികളുണ്ട്, തൈറോയ്ഡ് ഉള്ളവരുണ്ട് കർത്താവേ. അലർജിയുടെ അസ്വസ്ഥയാൽ ഭാരപ്പെടുന്നവരുണ്ട്. ത്വക്ക് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. അപ്പോൾ എല്ലാറ്റിനും മരുന്നും വൈദ്യനും എൻ്റെ അപ്പന. കാൽവറി ക്രൂശിലെ ഒരു തുള്ളി രക്തം മതി. അത് ഞങ്ങളെ സൗഖ്യമാക്കുന്ന രക്തമാ. അത് ശക്തീകരിക്കുന്ന രക്തം, ശുദ്ധീകരിക്കുന്ന രക്തം. ആമേൻ. സർവ്വപാപവും പോക്കി ഞങ്ങളെ സഹായിക്കുന്ന രക്തം അവിടുന്നാകിയാൽ കാൽവറി ക്രൂശിലെ ഒരു തുള്ളി രക്തം അടിയങ്ങളുടെ മേൽ തളിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണമേ. ആശുപത്രിയിൽ കഴിയുന്ന ജീവിതങ്ങളുണ്ട്. ഐസിയുലും സിസിയിലും ഡെലിവറി റൂമിലും ഓപ്പറേഷൻ തിയേറ്ററിലും കഴിയുന്നവരുണ്ട്. അപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുന്ന ജീവിതങ്ങളുണ്ട്. അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാ. അവിടുന്ന് സഹായിച്ച് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ കിടക്കയിലായിരിക്കുന്നവരുണ്ട്. വാർദ്ധക്യ സഹോദരമായി കഴിയുന്നവരുണ്ട്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത അനേക പ്രിയപ്പെട്ട മക്കളുണ്ട്. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. കൈകാലുകൾക്ക് ചലനമില്ലാത്ത അനേക ജീവിതങ്ങൾ, കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. മനസ്സലിയണമേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ കർത്താവ് വലിയവ ചെയ്യും, അത്ഭുതങ്ങളെ ചെയ്യും, മാനിക്കും. ഞങ്ങളതോർത്ത് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളോട് മനസ്സലിയണമേ, കരുണ തോന്നണമേ കർത്താവേ. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. സ്വർഗം ഓരോ മക്കളെയും ആശ്വസിപ്പിച്ച് ജീവോത്സവമായി നടത്തിക്കാട്ട് കർത്താവേ. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഓരോ രാജ്യങ്ങളെയും അനുഗ്രഹിക്കണമേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ. ഭരണകൂടങ്ങളെ അനുഗ്രഹിക്കണമേ. ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. ദൈവകൃപയോടെ, വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ, അർപ്പണാബോധത്തോടെ എല്ലാം ചെയ്തെടുപ്പാൻ ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. നന്മകളാലും അനുഗ്രഹങ്ങളാലും നടത്തണം. സർവ്വമഹത്വം അവിടുന്ന് എടുക്കണം. ഇനിയും അടിയൻ മറന്നാലും മറക്കാത്ത കർത്താവ് ഓരോ പ്രാർത്ഥനയുടെ മേലും തൻ്റെ മക്കൾക്ക് മറുപടി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ.
ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.